അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല, മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ലഭിച്ചൊരു ഫോൺ കോൾ. ഇതുവരെയും ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിതുവരെയും പറഞ്ഞില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളുമുള്ള സ്ഥിതിക്ക് ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടുന്നതാണ്. റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത്. ആ പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചാനൽ റിപ്പോർട്ടറാണ്. അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു. ആ ചോദ്യങ്ങൾ എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ അൺനെസസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിലുള്ളൊരു ലൈഫിലേക്ക് പക്ഷേ നമ്മൾ ക്യാമറകൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എത്രത്തോളം സൂം ചെയ്യണം എന്നുള്ളത് നമ്മൾ ലിമിറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രെറ്റി ഫൈൻ. പക്ഷെ ആ ക്രോസ് ചെയ്യുന്നതിന് പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് CPIക്ക് ഇരുട്ടടി ഏൽപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം CPIയുടെ ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ അംഗത്വമെടുത്തിരിക്കുന്ന വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന്റെ ആദർശങ്ങളും അഭിലാഷങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസി തന്നെയാണ് താൻ. എന്നാൽ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ തനിക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിൽ തന്നെ പാർട്ടിയിൽ താൻ ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടായി എന്ന് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അതായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾക്ക് വ്യതിചലനം ഉണ്ടായിരിക്കുന്നു. അഴിമതിക്കെതിരെ പോരാടേണ്ടവർ അഴിമതിയുടെ വക്താക്കളായി മാറുന്നത് തനിക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പാർട്ടിയുടെ അഴിമതികളെയും മറ്റുള്ള വശങ്ങളെയും കുറിച്ച് താൻ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ ഇപ്പോൾ തന്റെ പ്രസ്ഥാനം മാതൃസംഘടന ഉപയോഗിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇതിനിടയിൽ അവർ ഞെട്ടുന്ന മറ്റൊരു രഹസ്യം കൂടി വെളിവാക്കുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പറന്നു നടന്ന ഒരു വിവാദമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ സ്ത്രീകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. പിന്നീട് ആ ഗർഭം അന്വേഷിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടക്കം ബംഗളൂരു അടക്കമുള്ള സ്ഥലങ്ങളിൽ പാഞ്ഞു നടക്കുകയുണ്ടായി. ഒടുവിൽ ആ കേസ് തള്ളിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സാങ്കല്പികമായ ചില ഇരകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ സർക്കാരും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നടത്തിയ ആ ശ്രമം പിന്നീട് വിഫലമാവുകയായിരുന്നു. ഈ വിഷയത്തിൽ ഒരു ചാനൽ തന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തന്റെ FB കുറിപ്പിലൂടെ നേരത്തെ പങ്കുവച്ചിരുന്നത്. ചാനലിന്റെ പേര് അന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏത് ചാനലാണ് തന്നെ വിളിച്ചിരുന്നത് എന്ന് അവർ കൃത്യമായി പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് തന്നെ വിളിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുത്തി തന്നെ കുറിച്ച് ചില അപവാദങ്ങൾ കേൾക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്നും വിളിച്ച മാധ്യമ പ്രവർത്തക തന്നോട് ആരാഞ്ഞത് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കിയത്. എന്നാൽ റിപ്പോർട്ടർ ചാനലിൽ നിന്നും വിളിച്ച മാധ്യമ പ്രവർത്തകയുടെ പേര് അവർ വെളിപ്പെടുത്തിയില്ല. ചാനൽ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ബന്ധപ്പെടുത്തി തന്നെ സംസാരിപ്പിക്കേണ്ട അല്ലെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധിപ്പിക്കേണ്ട യാതൊരു സാഹചര്യങ്ങളും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. എന്നിട്ടും തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു അപവാദ പ്രചരണങ്ങളുമായി മുന്നോട്ട് വന്ന ചാനൽ എന്ത് തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ചത്. അതായത് സാങ്കല്പികമായി ചില ഇരകളെ കണ്ടെത്തുകയും ചില ആളുകളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയോ അഥവാ അവരുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും തകർക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള മാധ്യമ പ്രവർത്തനം എന്ത് മാധ്യമ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്ന് കൂടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്നടിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി യാതൊരു തരത്തിലും ഒരു ബന്ധമുണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് താൻ പരാമർശിക്കുന്നില്ല. അത് തന്റെ വിഷയവുമല്ല. എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടെത്തിട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ വിഷയവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ തനിക്കുമായി യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടി തന്നെ ഇത്തരം ഒരു കേസിലേക്കും വിവാദത്തിലേക്കും വലിച്ചിഴക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഒരു മാധ്യമ പ്രവർത്തകർ തന്നെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സാങ്കല്പികമായ ഇരകളെ ഉണ്ടാക്കി ചില ആളുകളുടെ വ്യക്തി ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന് താൻ എന്നും എതിരാണ് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത്. ഇത് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തന്റെ FB കുറിപ്പിൽ നേരത്തെ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി നിങ്ങൾക്ക് എന്തൊക്കെയോ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞു കേൾക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിളിച്ച മാധ്യമ പ്രവർത്തകർ തന്നോട് പറഞ്ഞത്. ഇതിൽ തന്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് അവർ തന്നെ വിളിച്ചത് എന്ന് കൂടി ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കുകയുണ്ടായി. അതായത് ഒരുവനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തെ എന്ത് മാധ്യമ പ്രവർത്തനം എന്നാണ് വിളിക്കേണ്ടത്? എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഇത്തരം മാധ്യമങ്ങൾ സമൂഹത്തോട് ചെയ്യുന്നത്? എന്ത് തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ മാധ്യമങ്ങൾക്ക് സമൂഹത്തോടുള്ളത് എന്ന് കൂടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ചോദിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. CPI എന്ന പാർട്ടിയിൽ തനിക്ക് പ്രവർത്തിക്കുവാനുള്ള താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ആ പാർട്ടിയുടെ നയ ഭദ്രതയിൽ നിന്നും വ്യതിചലിച്ചു പോകുമ്പോൾ
അങ്ങനെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തനിക്ക് സാധിക്കില്ല. അധികാരമോഹങ്ങളല്ല താൻ ഈ പാർട്ടി വിടാനുള്ള കാരണം എന്ന് പറയുന്നു. കഴിഞ്ഞ 20 വർഷക്കാലമായി പത്തനംതിട്ടയിൽ പള്ളിക്കൽ LDF തന്നെയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് അധികാരമോഹം ഉണ്ടായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് എപ്പോഴെങ്കിലും മാറിപ്പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന അഴിമതികളാണ് തന്റെ മനസ്സ് മടിപ്പിച്ചിരിക്കുന്നത്. താൻ ഉദ്ദേശിച്ചിരുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇതല്ല. അതുകൊണ്ട് അഴിമതി നിറഞ്ഞ ഒരു പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാൻ ഇനിയും തന്നെ കിട്ടില്ല. അതിനാൽ തന്നെയാണ് താൻ തന്റെ മാതൃസംഘടന ഉപേക്ഷിച്ച് ഇപ്പോൾ കോൺഗ്രസിലേക്ക് മാറുന്നത് എന്ന് കൂടി ശ്രീനാദേവി കുഞ്ഞമ്മ പറയുകയുണ്ടായി. രാഹുൽ മാങ്കുട്ടത്തിലുമായി ഉയർന്നു വന്ന ഒരു വിഷയം സമൂഹത്തിൽ ഇത്രയേറെ പൊലിപ്പിച്ച് കാണിച്ചത് റിപ്പോർട്ടർ എന്ന ഒരു മാധ്യമം തന്നെയായിരുന്നു. ആ മാധ്യമത്തിന്റെ യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്തായിരുന്നു എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് രാഹുൽ മാങ്കുട്ടത്തിന് തേജോവധം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിപരമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം. അത് ഒരു കാരണവശാലും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്ന് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. അതുകൊണ്ടാണ് താൻ ഇപ്പോൾ ഈ മാധ്യമത്തിന്റെ പേര് തുറന്നു പറഞ്ഞത് എന്ന് കൂടി പറയുന്നു. മാത്രമല്ല താൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവിക്കുന്ന രക്തസാക്ഷി കൂടി തന്നെയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധീര ദേശാഭിമാനികളായ ധാരാളം രക്തസാക്ഷികളുള്ള ഒരു പാർട്ടി തന്നെയാണ്. എന്നാൽ ആ പാർട്ടിക്ക് വേണ്ടി പൊരുതുമ്പോൾ പാർട്ടിയുടെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോരേണ്ടി വന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് താൻ എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ വസ്തുതകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് പക്ഷേ നമ്മൾ ക്യാമറകൾ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സൂം എത്രത്തോളം സൂം ചെയ്യണം എന്നുള്ളത് നമ്മൾ ലിമിറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രെറ്റി ഫൈൻ. പക്ഷെ ആ ക്രോസ് ചെയ്യുന്നതിന് പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല. മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ലഭിച്ചൊരു ഫോൺ കോൾ, ഇതുവരെ ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിതുവരെയും പറഞ്ഞില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടുന്നതാണ്. റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത്. ആ പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചാനൽ റിപ്പോർട്ടറാണ്. അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു. ആ ചോദ്യങ്ങൾ എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ അൺനെസസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ചോദ്യത്തിലാണെങ്കിൽ നമ്മൾ 2014 മുതൽ നമുക്ക് നോക്കിയാൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തെ നമുക്ക് ഇന്റർനാഷണൽ കോൺഗ്രസിനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാന തലത്തിലുമല്ല. ഞാൻ നിൽക്കുന്ന പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സീറ്റിലാണെങ്കിൽ 20 വർഷക്കാലമായിട്ട് ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു സീറ്റാണ്. 20 വർഷമായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അധികാരമോഹമാണോ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹമാണോ ഇങ്ങനെയൊരു മാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്നുള്ള ചോദ്യത്തിന് ഈ ഉത്തരം ഇനഫ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ചായിരുന്നുവെങ്കിൽ എനിക്ക് ബെറ്റർ മറ്റെവിടേക്കെങ്കിലും നോക്കാമായിരുന്നു എന്ന് ചിന്തിക്കാം. പക്ഷേ എനിക്ക് സ്ഥാനമാനങ്ങളല്ല, ആദർശങ്ങളിൽ അടിയുറച്ച് നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ സംഗതിയാണ്. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്, അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരുപാട് പേരെക്കുറിച്ചും ഒരുപാട് നായക കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ കണ്ടു വളർന്ന ബാല്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അത്തരത്തിൽ വളർന്നു വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ജീവിക്കുന്ന അടയാളമാണ് ഞാൻ. ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരുപാട് രക്തസാക്ഷികളുണ്ട്. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും, ഒരുപാട് വേദനയോടുകൂടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നിലവിൽ ഞാൻ.